ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ആരംഭിക്കുന്ന ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട സന്ദേശത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്വർഗീയ പിതാവിനെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ ഊഷ്മളമായ ബന്ധത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന, അത് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്നേഹവാനായ നമുക്ക് വേണ്ടി തൻ്റെ രക്തം കൊടുത്ത നമ്മുടെ കർത്താവ് തന്നെയാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞ രണ്ട് സന്ദേശങ്ങളിലായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് അതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വന്നെത്തിയിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഏറ്റവും ഒടുവിലത്തെ 3 ഭാഗങ്ങൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. അന്നന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയുടെ ഏറ്റവും ഒടുവിലത്തെ 3 ഭാഗങ്ങൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ അകത്തു നിന്ന് പരിശുദ്ധാത്മാവ് ചില പുതിയ ആത്മീക ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരികയും നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ അധികം ശക്തിയോടെ കർത്താവുമായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള ബന്ധത്തിൻ്റെ അകത്ത് അത് ദിനംതോറും വളർന്നു വരുവാനും ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പോകാം. കഴിഞ്ഞ 2 സന്ദേശങ്ങളും കേട്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വളരെ ഷോർട്ടായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ ആ മെസ്സേജുകൾ ഒന്ന് പോയി കേൾക്കുക. ഞാൻ പറഞ്ഞിരുന്നു, പിതാവേ, ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥനയെ ആരംഭിക്കുന്നു. ഇതൊരു ചെറിയൊരു കാര്യമല്ല. 3 കാര്യങ്ങൾ അന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഒന്ന്, അവിടുത്തെ നാമം, അവിടുത്തെ രാജ്യം, അവിടുത്തെ ഇഷ്ടം. ഞാനന്ന് പറഞ്ഞിരുന്നു, നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമുക്കുണ്ടാകേണ്ടുന്ന ചില മുൻഗണനകളുണ്ട്. പല സമയങ്ങളിലും നമ്മൾ ഓടി ദൈവസന്നിധിയിലേക്ക് ചെന്നിട്ട് നമ്മളുടെ പല ആവശ്യങ്ങളും നേരിട്ട് പറയുന്നതാണ് പതിവ്. പക്ഷേ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന അങ്ങനെയല്ല. അവിടുത്തെ നാമം, അവിടുത്തെ രാജ്യം, അവിടുത്തെ ഇഷ്ടം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ പ്രാർത്ഥനയെ 6ആയി തിരിച്ചിട്ടാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഈ സന്ദേശങ്ങളൊക്കെ നിങ്ങളുടെ പലരുടെയും ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് ഒരുപാട് അനുഗ്രഹമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അധികം കർത്താവുമായിട്ടുള്ള ആ ഒരു ഹൃദ്യമായ കൂട്ടായ്മയ്ക്കകത്ത് അനുദിനവും വളർന്നു വരുവാൻ കർത്താവ് നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ 6ആയി തിരിച്ചതിൽ ഏറ്റവും ഒടുവിലത്തെ 3 ഭാഗങ്ങളാണ്. നമ്മുടെ നിത്യജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കും ദൈവാത്മാവ് തരുന്ന ചിന്തകളിലേക്കും നമുക്ക് മുൻപോട്ട് പോകാം. വളരെ പ്രാർത്ഥനയോടെ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അതിൽ 1-ാമത്തെ ഭാഗം, അല്ലെങ്കിൽ അതിൻ്റെ 4-ാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ദിനം പ്രതി ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വാക്കുകൾ, ദിനം പ്രതി ആവശ്യമായിട്ടുള്ള ആഹാരം എന്ന് പറയുമ്പോൾ, ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കും, ഈ പ്രാർത്ഥനാ വാചകങ്ങൾ പ്രസക്തമാണോ? കാരണം അന്ന് അവർക്ക് ദിവസം തോറുമുള്ള ആഹാരം വേണ്ടിയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ പല ഫ്രിഡ്ജുകൾക്കുള്ളിലും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ ഒരാഴ്ചത്തേക്കും 2 ആഴ്ചത്തേക്കും ഒക്കെയുള്ള സാധനങ്ങൾ കൂട്ടി വെക്കുമ്പോൾ അന്നന്നത്തേക്കുള്ള ആഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനാ വാചകങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രസക്തി ഉണ്ടോ? ഉണ്ടെന്ന് തന്നെയാണ്. കാരണം ദിനം പ്രതിയുള്ള ആഹാരം എന്നുള്ളതിനെ നമ്മളുടെ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ അതിന് 2 തരത്തിലുള്ള വ്യാഖ്യാനമാണ് അതിന് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, അതിൻ്റെ ഒരു ആത്മീക അർത്ഥവും, 2 നമ്മുടെ ഭൗതിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. നമ്മുടെ മനസ്സിലേക്ക് ആഹാരം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഭൗതിക വാക്കുകളായതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ നമ്മുടെ ഭൗതിക ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരുമ്പോൾ, ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെ മനുഷ്യന് നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. വേദപുസ്തകം മൊത്തത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ഇതൊന്നും മനുഷ്യനെ നിഷേധിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മളെല്ലാവരും സന്തോഷത്തോടും സുഖത്തോടും കൂടെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ 3-ാമത്തെ ലേഖനം ആരംഭിക്കുമ്പോൾ അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി ചേർത്തിരിക്കുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്: പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ സമസ്ത മേഖലകളിലും അവൻ സന്തോഷത്തോടുകൂടി മുൻപോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ദാരിദ്ര്യത്തിലും രോഗത്തിലും പട്ടിണിയിലും ഒന്നും എല്ലാ കാലവും കിടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല.
എല്ലാം നന്നായി പോകണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ജോലി, നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ, നമ്മുടെ ഡെയിലി നീഡ്സ് ഇതെല്ലാം നടത്തി തരുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പറയുവാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ ഈ പ്രാർത്ഥന പോകുന്നത്. രണ്ട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണമെന്ന അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളും, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി കൃപാസനത്തിലേക്ക് ചെല്ലണം എന്നുള്ള കാര്യങ്ങളുമൊക്കെ ഈ ഒരു സമയത്തേക്ക് കൊണ്ടുവരുമ്പോൾ, ഈ വാക്യവുമായിട്ട് ചേർന്ന് ചിന്തിക്കുമ്പോൾ ഈ പ്രാർത്ഥനാ വാചകങ്ങളുടെ അർത്ഥം എന്ന് പറയുന്നത് ഓരോ ദിവസവും തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി മുൻപോട്ട് പോകണം. കാരണം നമുക്ക് ജോലി ചെയ്യാനും ജീവിക്കാനും ഒക്കെയുള്ള കൃപ ദൈവം നൽകുന്നത് കൊണ്ട് ഓരോ ദിവസവും ആ ദൈവാശ്രയം നമുക്ക് ആവശ്യമാണ്. അതാണ് ഒന്നാമത് ഈ പ്രാർത്ഥനാ വാചകങ്ങളിൽ കാണിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദിനം പ്രതി ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അപ്പം തരണമേ, ആഹാരം തരണമേ എന്ന് പറയുമ്പോൾ, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലെ ആ ഒരു പ്രാർത്ഥന യേശു പറഞ്ഞതിന് ശേഷം ആ അധ്യായത്തിന്റെ തുടർ വാക്യങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എന്ന് അറിയത്തില്ല. എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിവയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ഇത് ലോകജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്കിത് ആവശ്യമുണ്ടെന്ന് അറിയുന്നു. മുൻപേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് യേശു ഈ വാക്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കർത്താവ് ഉദ്ദേശിച്ചിരുന്നത് ആത്മീക ഭക്ഷണത്തിന്റെ കാര്യം തന്നെയാകാം. കാരണം നമുക്ക് തിന്നാനും നമുക്ക് കുടിക്കാനും നമുക്ക് ജീവിക്കാനും ഇന്നതിന്നത് ആവശ്യമുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കർത്താവിന് നന്നായിട്ട് അറിയാം. 3 ദിവസത്തിലധികം തന്നോടുകൂടെ പാർക്കുന്ന ജനത, ആ ഒരു ജനം അവരെ പറഞ്ഞു വിട്ടാൽ വഴിയിൽ അവർ വിശന്ന് തളർന്നു പോകും എന്ന് മനസ്സിലാക്കി ആരും യേശുവിനോട് റിപ്പോർട്ട് കൊടുത്തിട്ടല്ല, അവർക്ക് വേണ്ടുന്ന അപ്പത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് നുറുക്കി നൽകി അവരെ തൃപ്തരായി പറഞ്ഞയക്കുന്നു. അപ്പോൾ ഞാൻ കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടുന്ന് ആർദ്രതയും മനസ്സലിവും ഉള്ള ദൈവമാണ്. അവിടുത്തെ പാദപീഠത്തിൽ ഇരുന്ന് അവിടുത്തെ വഴികളിൽ നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, മാന്യമായിട്ടുള്ളത് നമ്മൾ ചോദിച്ചില്ലെങ്കിലും അവിടുന്ന് തരാൻ വിശ്വസ്തനാണ്. ഒരുപക്ഷെ ഈ അപ്പം എന്ന് പറയുന്നത് കൊണ്ട് ആത്മീക അർത്ഥത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്യത്തോട് ചേർത്ത് പറയുമ്പോൾ, തീർച്ചയായിട്ടും ഓരോ ദിവസവും നമുക്ക് ആവശ്യമുള്ള ആത്മീക ഭക്ഷണത്തിന് വേണ്ടിയുള്ള ദൈവാശ്രയത്തെ ആയിരിക്കാം ഈ പ്രാർത്ഥന കുറിക്കുന്നത്. അതുകൊണ്ട് ഭൗതിക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഭൗതിക കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുക, അത് നടക്കണമല്ലോ, അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അപ്പം ഇതിനോട് ബന്ധപ്പെട്ട് മൂന്നാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അന്നന്നത്തേക്കുള്ള ആഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നാളേക്ക് വേണ്ടിയോ അടുത്ത ദിവസങ്ങൾക്ക് വേണ്ടിയോ ഒന്നും ആ പ്രാർത്ഥനകളിൽ ഒരു വാക്ക് നമ്മൾ കാണുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇന്ന് ഏറ്റവും അധികം ആൾക്കാര് പ്രയാസത്തോടു കൂടെ ഇരിക്കുന്നത്, വിഷമത്തോടു കൂടെ ഇരിക്കുന്നത് നാളെയെക്കുറിച്ചുള്ള ചിന്തകളാണ്. സത്യമല്ലേ? നാളെ എന്താകും, കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും, ഭാവി എന്താകും. പക്ഷെ ഇവിടെ കർത്താവ് നാളെക്കുറിച്ച് ഒരു കാര്യവും പറയുന്നില്ല. അതാത് ദിവസത്തിന് അന്നന്നത്തേതിൻ്റെ ദോഷം മതി. നാളെക്കുറിച്ച് ഓർത്ത് വെറുതെ ആകുലപ്പെട്ട് ചിന്തിച്ച് നമ്മൾ മനസ്സ് പുണ്ണാക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഇന്നലെയും ഇന്നും നടത്തിയ ദൈവം നാളെയും നടത്താൻ വിശ്വസ്തന. ദൈവാശ്രയം കുറയാതിരിക്കുക, മുമ്പോട്ട് പോവുക. അടുത്തത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ട്രസ്പാസ് എന്ന് പറയുന്ന ഒരു പദമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഞങ്ങളോട് എതിർത്തവർ അല്ലെങ്കിൽ ഞങ്ങളോട് ദോഷം ചെയ്തവർ എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് അതിൻ്റെ അകത്ത്. അപ്പം ഇത്രയും മാത്രമേ ഉള്ളൂ. ദിവസം തോറും ദൈവിക ക്ഷമയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷേ ആ പ്രാർത്ഥനയുടെ കൂടെ നമ്മൾ ഓർക്കേണ്ടുന്ന മറ്റൊരു കാര്യങ്ങൾ കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങളോട് പിഴച്ചവരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണം എന്നുള്ളതാണ്. പുതിയ നിയമത്തിന്റെ ഒരു പഠനം, പുതിയ നിയമത്തിന്റെ ഒരു പഠിപ്പീരെന്ന് പറയുന്നത് ക്ഷമയും സ്നേഹവുമാണ്. പഴയ നിയമകാലങ്ങളിൽ തങ്ങളെ ഉപദ്രവിച്ചവർക്കെതിരെ ദൈവഭക്തന്മാർ പ്രാർത്ഥിച്ചത്, യഹോവേ എത്രത്തോളം അവിടുന്ന് മിണ്ടാതെയിരിക്കും, എത്രത്തോളം ഞങ്ങളെ ഓർക്കാതിരിക്കും എന്നുള്ള ഒരു പഠിപ്പീരാണ്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞത് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ്. എങ്ങനെ ക്ഷമിക്കണം? ഹൃദയപൂർവ്വം ക്ഷമിക്കണം. അപ്പം അവർക്ക് എന്ത് പറ്റും എന്ന് എന്താ പറയുന്നത്, കണ്ണിൽ എണ്ണയൊഴിച്ച്
കാത്തിരിക്കുന്ന ആത്മീയത പുതിയ നിയമത്തിന്റെ ആത്മീയതയല്ല. പിന്നെ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തവരാരാണ്, അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും. പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ അകത്ത് നമ്മൾ ക്ഷമിക്കുക. കാൽവറി ക്രൂശിൽ എവിടുന്ന് കാണിച്ചത് അതാണ്. സ്തേഫാനോസിന്റെ പ്രാർത്ഥന അതാണ്. യേശു പഠിപ്പിച്ച മാർഗവും അത് തന്നെയാണ്. ഒരു വ്യക്തികളോടും മനസ്സിന്റെ അകത്ത് വ്യക്തിവിരോധവും വൈരാഗ്യവും പാടില്ല. അത് വെച്ചുകൊണ്ട് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മത്തായി സുവിശേഷത്തിന്റെ അകത്ത് ആ വാക്യത്തിന്റെ ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ തൊട്ടടുത്ത ഭാഗങ്ങളിലായി ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പിഴകളും ക്ഷമിക്കത്തില്ല എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതാണ് മൂന്നാമത്തെ ഭാഗം. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കട്ടെ. അടുത്തത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ആ പ്രാർത്ഥനയുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഗമാണ്. എന്താണെന്നറിയാമോ? പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുത്, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. ഈ പ്രാർത്ഥന ഓരോ ദിവസവും ഓരോ ദൈവവൈദ്യലും പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ആത്മീക കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ചകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പൈശാചിക ആക്രമണങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചുമൊക്കെ ഞാൻ പറഞ്ഞു. നോക്കുക, ഇവിടെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ഭാഗം കർത്താവ് വേർതിരിച്ചിരിക്കുകയാണ്. രണ്ട് കാര്യമാണ്: പരീക്ഷയിൽ അകപ്പെടുത്തരുത്, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ കാക്കണം. കാൽവറി ക്രൂശിലെ ആ മരണത്തിലേക്ക്, ആ കർത്താവ് ശുശ്രൂഷയിൽ ആ മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ആത്മാവ് ഒരുക്കമുള്ളതാണ്, ജഡം ബലഹീനമാണ്. അപ്പൊ പല സമയങ്ങളിലും നമ്മുടെ ജഡം ബലഹീനമാണ്. നമ്മളെ പരീക്ഷകൻ വീഴിച്ചു കളയുവാൻ സാധ്യതയുണ്ട്. നമ്മൾ എത്ര കൃപയിലാണെന്ന് തോന്നിയാലും, എത്ര നമുക്ക് കഴിവുണ്ടെന്ന് തോന്നിയാലും ചില സമയങ്ങളിൽ വീഴ്ചയ്ക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മുടെ പ്രതിയോഗിയായ പിശാച് നിസ്സാരക്കാരനല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന. ഈ ചിലരിങ്ങനെ പറയാറുണ്ട്, ആര് വീണാലും ഞാൻ വീഴത്തില്ല, ഞാൻ അന്ത്യം വരെയും നിൽക്കും, എനിക്ക് വേണ്ടിയൊന്നും ആരും പ്രാർത്ഥിക്കണ്ട. ആത്മവിശ്വാസം നല്ലത്, പക്ഷേ ഇത് ആവേശത്തിൻ്റെ ആ ഒരു തിരതള്ളലിൽ നിന്നുള്ള വാക്കുകളാകരുത്. കാരണം ആവേശം ഒരിക്കലും ആത്മീയമല്ല, വിശ്വാസത്തിന്റെ പ്രഖ്യാപനമല്ല. ഞാൻ നിങ്ങൾക്കത് തെളിയിച്ചു തരാം. ഞാനത് തെളിയിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. യേശുവിനെ പറഞ്ഞൊരു ശിഷ്യനാണ് പത്രോസ്. അദ്ദേഹം തള്ളിപ്പറഞ്ഞൊന്നുമല്ല, പ്രാഗി, അവനെ അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞ ഒരാളാണ്. പക്ഷെ ഇതേ പത്രോസ് തന്നെ കർത്താവിനോടൊരു കാര്യം പറഞ്ഞു: ആരങ്ങയെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല. അപ്പൊ നിങ്ങൾ ആ വേദഭാഗം, എൻ്റെ വിഷയമല്ലത്, എങ്കിലും ആ വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ നമുക്കവിടെ മനസ്സിലാകുന്ന കുറച്ച് ആത്മീക മർമ്മങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? യേശു പറഞ്ഞു, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കലിടറും, ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും. അപ്പം സത്യത്തിൽ കർത്താവാണ് ഇത് പറഞ്ഞത്. ഇത് കർത്താവ് വെറുതെ പറഞ്ഞതല്ല, അതിന് പിറകിൽ കുറച്ച് കാരണങ്ങളുണ്ട്. അത് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറയാം. കാരണം ഞാനത് പറയാനായിട്ട് പോയി കഴിഞ്ഞാൽ സമയം മുമ്പോട്ട് പോകും. അപ്പോൾ കർത്താവ് അങ്ങനെ ഒരു കാര്യം അവരോട് പറഞ്ഞു. ഇത് മനസ്സിലാക്കി ദൈവകൃപയിൽ വിധേയപ്പെടേണ്ടവനായിരുന്നു അപ്പോസ്തലനായ പത്രോസ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ആര് നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറത്തില്ല. അപ്പൊ സത്യത്തിൽ കർത്താവ് പറഞ്ഞതിന്റെ മുകളിൽ കയറിയുള്ള പറച്ചിലായിരുന്നു. അന്നേരമേ അടിസ്ഥാനം പോയി, അന്നേരമേ വീഴ്ച തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കർത്താവ് പറഞ്ഞു, കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും, 1 അല്ല 3 പ്രാവശ്യം. അപ്പൊ പത്രോസ് പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയാമോ? തള്ളിപ്പറയത്തില്ലെന്ന് മാത്രമൊന്നുമല്ല, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ ഒരുക്കമായിട്ടിരിക്കുന്നു. അപ്പം ഈ നമ്മൾ പറയുന്ന പല വാക്കുകളും വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളോ ദൈവാശ്രയത്തിൽ നിന്ന് വരുന്നതോ അല്ല, ആവേശത്തിന്റെ തിരതള്ളലിൽ വിളിച്ചു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പലതും അങ്ങനെയാണെന്നേ, കാലങ്ങളിൽ ദൈവം അത് തെളിയിച്ചു തരുമെന്നേ. പക്ഷെ കർത്താവ് പറഞ്ഞ വാക്കുകൾ കേട്ട്, അയ്യോ യേശു കർത്താവ് തന്നെയാണല്ലോ അത് പറഞ്ഞത്, അപ്പം വീഴാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒന്ന് വിധേയപ്പെട്ടിരുന്നെങ്കിൽ ഈ വീഴ്ച ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അമിതാവേശത്തിന്റെ ആ നെറുകയിൽ നിന്നുകൊണ്ടുള്ള ഈ വാക്കുകൾ ഒരിക്കലും ദൈവികമല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ വാക്കുകൾ പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം തള്ളിപ്പറഞ്ഞു പോയി. പക്ഷേ കർത്താവ്, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചു എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ കരുണ തോന്നിയ, മനസ്സലിവ് തോന്നിയ കർത്താവ് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാനായിട്ട് സമ്മതിച്ചില്ല, മടക്കി വരുത്തി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, പരീക്ഷകളിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ഈ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ
നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടുത്തരുത്, പരീക്ഷകളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ ദൈവാശ്രയത്തെയാണ് കാണിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ വന്നാൽ ചിലപ്പോൾ നമ്മൾ പോകും, താഴെയിട്ട് പോകും. ഈ പറയുന്ന വലിയ 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 വാചകമടികളൊന്നും അന്നേരം കാണത്തില്ല. നമ്മൾ നിൽക്കുന്നത് കൃപയാലാണ്. നാം ഓരോ ദിവസവും ജീവിക്കുന്നത് ദൈവകൃപയാലാണ്. കർത്താവേ, പരീക്ഷകളിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അത് ദൈവാശ്രയത്തിന്റെ വാചകങ്ങളാണ്. ഈ പ്രാർത്ഥനകൾ പറ്റുമെങ്കിൽ ദിവസവും ഒന്ന് പ്രാർത്ഥിക്കുന്നതും മനസ്സിൻ്റെ അകത്ത് കുറിച്ചിടുന്നതും നല്ലതാണ്. ഏറ്റവും ഒടുവിൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്കാണല്ലോ. പ്രാർത്ഥനയെ ആരംഭിക്കുന്നതും പ്രാർത്ഥന തുടങ്ങുന്നതും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയിലെ മുൻഗണനാ ക്രമങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുക. 6 കാര്യങ്ങൾ മുൻഗണന ഞാൻ ഒരിക്കൽ കൂടി പറയാം. അവിടുത്തെ നാമം, അവിടുത്തെ രാജ്യം, അവിടുത്തെ ഇഷ്ടം, ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ടുള്ള പ്രാർത്ഥന, ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ദിവസവും ദൈവിക ക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക, ബന്ധങ്ങൾ നന്നായി നിലനിർത്താൻ ശ്രമിക്കുക. ഏറ്റവും ഒടുവിൽ 6ാമത്തെ കാര്യം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണമുള്ള ദൈവിക സംരക്ഷണത്തിനായിട്ടുള്ള പ്രാർത്ഥന. ഇതൊരു മാതൃകാ പ്രാർത്ഥനയാണ്, ഉത്തമ ഉദാഹരണമാണ്. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ വാചകങ്ങളുടെ മാത്രം വെറുതെ ഈ വാചകങ്ങൾ ഉരുവിടുക മാത്രമല്ല, ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.